പരിസ്ഥിതി സൗഹൃദ പദ്ധതികൾ പരമപ്രാധാന്യം നൽകുന്നു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ അഭിമാന പദ്ധതിയാണ് ഹരിതവീഥി. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് BMCയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ 86 പച്ചത്തുരുത്തുകളിൽ നടക്കാവിൽ പൊതുമരാമത്ത് റോഡിന് ഇരുവശത്തുമായി മിയാവാക്കി വനം ഉൾപ്പെടെയുള്ള 24 പച്ചത്തുരുത്തുകളാണ് ഹരിതവീഥിയായി പരിപാലിച്ചു വരുന്നത്. വികസനത്തോടൊപ്പം പ്രകൃതിയോട് ചേർന്ന് നാടിനെ ഹരിതാഭമാക്കുക എന്ന മഹത്തായ ലക്ഷ്യമാണ് ഇതിനു പിന്നിൽ ഉള്ളത്. വൈവിധ്യമാർന്ന വൃക്ഷലതാദികൾ കൊണ്ട് സമ്പന്നമായ പച്ചത്തുരുത്തുകൾ ഒരുക്കുന്ന സവിശേഷ പദ്ധതിയാണ് ഹരിതവീഥി. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡിൽ തൃക്കരിപ്പൂർ ഗവൺമെന്റ് പോളിടെക്നിക് മുതൽ നടക്കാവ് ബജാജ് കോർണർ വരെ നീണ്ടുകിടക്കുന്ന റോഡിന് ഇരുവശത്തുമുള്ള സ്ഥലം ഉപയോഗപ്പെടുത്തിയാണ് 24 പച്ചത്തുരുത്തുകൾ ഒരുക്കിയിട്ടുള്ളത്. ഹരിതവീഥി എന്ന പേര് അന്വർത്ഥമാക്കുന്ന തരത്തിൽ ഈ പാതയ്ക്ക് ഹരിതവർണ്ണാഭ നൽകുന്ന തരത്തിലാണ് റോഡിന് ഇരുവശത്തും പച്ചത്തുരുത്തുകൾ സജ്ജമാക്കിയിരിക്കുന്നത്. പച്ചത്തുരുത്തുകൾക്കൊപ്പം തന്നെ നടക്കാവ് നെരുദ ക്ലബിന് സമീപത്തൊരുക്കിയ മിയാവാക്കി വനം പ്രകൃതി സ്നേഹികളെ, പരിസ്ഥിതി പ്രവർത്തകരെയും സാധാരണക്കാരെയും ഒരുപോലെ ഹരിത സൗന്ദര്യത്താൽ ആകർഷിക്കുന്ന നിബിഡവനത്തിന്റെ കൊച്ചു മാതൃകയായി മാറിയിരിക്കുകയാണ്. സ്വാഭാവികമായി രൂപപ്പെടുന്ന കാടുകളേക്കാൾ വളരെ ഉയർന്ന വളർച്ചാ നിരക്കാണല്ലോ മിയാവാക്കി വനത്തിന്റെ സവിശേഷത. പച്ചത്തുരുത്തുകളിലേക്ക് സാമൂഹിക വനവൽക്കരണ വകുപ്പും പടന്നക്കാട് കാർഷിക കോളേജും വൃക്ഷത്തൈകൾ നൽകി. പ്രാദേശികമായും വ്യത്യസ്ത ഇനങ്ങൾ ശേഖരിക്കുകയുണ്ടായി. ഒരു പച്ചത്തുരുത്ത് കുഞ്ഞിമംഗലം മാങ്ങാ കൂട്ടായ്മയായി സഹകരിച്ച് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് BMCയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചതാണ്. തൈകൾ നടൽ, വളപ്രയോഗം, ജലസേചനം ഇവയെല്ലാം നടത്തിവരുന്നത് തൊഴിലുറപ്പ് തൊഴിലാളികളാണ്. 2020-21 വാർഷിക പദ്ധതി തനതു ഫണ്ടിൽ നിന്നും 1.5 ലക്ഷം രൂപ ചിലവഴിച്ചാണ് 2020 ഒക്ടോബർ 22 മിയാവാക്കി വനവൽക്കരണം തുടങ്ങിയത്. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ABS പദ്ധതി പ്രകാരം ഫലവൃക്ഷങ്ങളുടെ വ്യാപനത്തിനായി ലഭ്യമായ 5 ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്തിലെ വിഹിതമായ 25,000 രൂപയും ഫലവൃക്ഷ പച്ചത്തുരുത്ത് നിർമ്മാണത്തിന് ചെലവഴിക്കുകയുണ്ടായി. വേനൽക്കാലത്തെ ജലസേചനത്തിനായി 4 സ്ഥലത്തും വാട്ടർ ഫിൽട്ടർ സ്ഥാപിക്കുകയും ചെയ്തു. ജൈവമുളവേലികൾ സംരക്ഷണത്തിനായി നിർമ്മിച്ചിട്ടുണ്ട്. പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് നാടിന്റെ വികസനം മുന്നോട്ട് കൊണ്ടുപോകുന്ന എന്ന നന്മയുടെ സന്ദേശമാണ് ഹരിതവീഥിയിലെ പച്ചത്തുരുത്തുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കാലാവസ്ഥാ വ്യതിയാനം നേരിടുന്നതിനുള്ള പ്രാദേശിക പ്രതിരോധ മാതൃകയായി ഇത്തരം ഇടപെടലുകളെ കാണാവുന്നതാണ്. പച്ചത്തുരുത്തുകൾ നാടിന്റെ ഹരിത പാഠശാലകളായി വികസിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.